താലി മഹാത്മ്യം. രചന ലക്ഷ്മി ശ്രീനു. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. കാശി ഓട്ടോയിലാണ് ഓഫീസിലെത്തിയത്. അവന്റെ ദേഷ്യത്തിലുള്ള വരവ് കണ്ടപ്പോൾ തന്നെ വിഷ്ണുവിന് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടെന്ന്. കാശി ആരെയും മൈൻഡ് ചെയ്യാതെ ക്യാബിനിലേക്ക് പോയി. അളിയോ, ഒരുത്തൻ കലിപ്പിൽ വന്ന് കയറിയിട്ടുണ്ട്, വിഷ്ണു സുമേഷിനോട് പറഞ്ഞു. അതിനവനിന്ന് ലീവാണ്, വരുന്നില്ല, വയ്യാന്നൊക്കെയല്ലേ നേരത്തെ വിളിച്ച പറഞ്ഞ്. സുമേഷ് ലാപ്പ് അടച്ചു വെച്ചിട്ട് ചോദിച്ചു. അറിയില്ല, മിക്കവാറും ഭദ്രമായിട്ട് ഉടക്കി കാണും, അതായിരിക്കും ഇവൻ പെട്ടെന്ന് ഇങ്ങ് വന്ന്. എന്തായാലും പോയി കാണാം, നീ വാ. വിഷ്ണു. ഭ്രാന്തന്റെ കയ്യിൽ നിന്ന് മിക്കവാറും കൊള്ളും. രണ്ടും കൂടെ ചിരിയോടെ അവന്റെ അടുത്തേക്ക് പോയി. കാശി സീറ്റിൽ ചാരി കണ്ണുകളടച്ച് ഇരിപ്പാണ്. എന്തു പറ്റിയടാ, വരില്ല ലീവാണെന്ന് പറഞ്ഞിട്ട് ചാടിത്തുള്ളി വന്ന്. എന്റെ ഓഫീസിൽ എനിക്ക് തോന്നുമ്പോ ഞാൻ വരും പോവും, അതിന് നിനക്കെന്താടാ? കാശി കലിപ്പിൽ ചോദിച്ചു. കാശി താന്ന കലിപ്പിലാണല്ലോ, എന്താളിയോ പ്രശ്നം? സുമേഷ് അവന്റെ തോളിൽ തട്ടി ചോദിച്ചു. അളിയോ, നല്ല ചൂടുണ്ടല്ലോ, പനിയാണെങ്കിൽ പിന്നെ എന്തിനാണ് നീ വന്ന്? സുമേഷ് കലിപ്പിൽ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കാശിയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ. എത്ര നാളിങ്ങനെ അവൾക്ക് കാവൽ നിർത്തുന്നീ? അവളെ തേടി ഞാൻ ഉടനെ വരുന്നുണ്ട്. അതുവരെയുള്ളൂ കാശി നിങ്ങളുടെ ഈ സന്തോഷവും പിണക്കവും എല്ലാം. കാശി ഫോൺ എടുത്ത പാടെ കേട്ട ഡയലോഗ്. ആരാ നീ? കാശി സീറ്റിൽ നിന്ന് ചാടി എണീറ്റു. ഏയ് ഇങ്ങനെ ചൂടാവാതെ കാശിനാഥ. എന്തായാലും അവൾ കുറച്ചുകൂടെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. വയ്യാഞ്ഞിട്ടാണ് എന്തോ കുറച്ചുകൂടെ അവളെ കാണാൻ സുന്ദരിയായി തോന്നി. നീയെ കാണാണെങ്കിൽ നേരിട്ട് വാടാ, ഫോണിൽ കൂടി ഇങ്ങനെ വെല്ലുവിളി നടത്താതെ. കാശി അലറുകയായിരുന്നു. വിഷ്ണു സുമേഷും കാര്യറിയാതെ അവനെ നോക്കി. നീ ഇങ്ങനെ വാന്ന് വിളിച്ചാലൊന്നും ഞാൻ വരില്ല കാശി. പക്ഷേ ഞാൻ അവൾക്ക് വേണ്ടി വരും. എനിക്ക് വേണം ആ സർപ്പ സൗന്ദര്യത്തെ. ഞാനിപ്പോൾ അവളൊരു സ്ക്രീനിനപ്പുറം ഇരുന്ന് കണ്ടപ്പോൾ തന്നെ എൻ്റെ ചോര തിളക്കുകയാണ് കാശിനാഥ. ബാക്കിയൊന്നും കേൾക്കാൻ നിൽക്കാതെ കാശി ഫോൺ നിലത്തേക്ക് എറിഞ്ഞു. പീറ്റർ കല്ലുവിനെ ഹോസ്പിറ്റൽ കാണിച്ച് തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവൾക്കൊരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് നല്ല ഉറക്കാണ്. പീറ്റർ എടുത്താണ് അവളെ മുറിയിൽ കൊണ്ട് കിടത്തിയത്. നീരോളെ പുതപ്പിച്ച് ഡോറ് ചാരി വെച്ചു. ഡോക്ടർ എന്താ പറഞ്ഞേ മോനെ? തണുത്ത ആഹാരമൊന്നും കുളിക്കരുതെന്ന് പറഞ്ഞു. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോൾ റെഡിയാവും. പീറ്റർ അതും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി. അല്ല, കാശിയേട്ടൻ എവിടെ? നിങ്ങളുടെ കൂടെ കാശിയേട്ടൻ ഉണ്ടായിരുന്നല്ലോ. ശിവ അവിടേക്ക് വന്നു. കാശി ഓഫീസിലേക്ക് പോയി. അവളോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ അവൻ പുറത്തു പോയി. കാശി, എന്താടാ, ആരെ വിളിച്ച്? അവൻ്റെ മുഖത്തെ ദേഷ്യം കണ്ട് വിഷ്ണു ചോദിച്ചു. അറിയില്ല, ഏതൊരു പ്രൈവറ്റ് നമ്പരായിരുന്നു. ഭദ്രയാണ് അവൻ്റെ ആവശ്യം. അവൻ്റെ കോപ്പിലെ. കാശി ദേഷ്യത്തിൽ പല്ലുകടിച്ചു. നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുക കാശി. ഈ ദേഷ്യം നിനക്ക് നഷ്ടം മാത്രമേ ഉണ്ടാക്കൂ. അവൻ ആരായാലും പുറത്തു വരാതിരിക്കില്ല. വരട്ടെ, അപ്പം നോക്കാം. നീ ചുമ്മാ ഇതോർത്ത് ടെൻഷനാവണ്ട. സുമേഷ് അവൻ്റെ തോളിൽ തട്ടി പറഞ്ഞു. കാശി ഒന്നും മിണ്ടിയില്ല. പെട്ടെന്ന് വിഷ്ണുവിൻ്റെ ഫോൺ റിങ് ചെയ്തു. അവൻ കോൾ എടുത്തു. ഞാൻ പീറ്ററാ, കാശി വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തി. ഞാൻ ഓഫീസിൽ വരണമെന്നും ചോദിച്ചിട്ട് വിളിക്കുമോ? അവൻ എൻ്റെ അടുത്തുണ്ട്, ഞാൻ ഫോൺ കൊടുക്കാം. വിഷ്ണു ഫോൺ കാശി കൊടുത്തു. ഹലോ. ആ, എന്തു പറഞ്ഞു ഡോക്ടർ? തണുത്ത ആഹാരമൊന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു, പിന്നെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. എന്നിട്ട് അവളെവിടെ? അവിടെ വെച്ചൊരു ഇഞ്ചക്ഷൻ എടുത്തു. അതിൻ്റെ പേരിൽ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചു. വന്ന വഴിക്ക് കുറേ കരഞ്ഞു, പിന്നെ ഉറങ്ങി. ഞാൻ പിന്നെ ഉണർത്തിയിട്ടില്ല, അതുപോലെ കൊണ്ട് കിടത്തിയിട്ടുണ്ട്, പീറ്റർ പറഞ്ഞു. അത് കേട്ടപ്പോൾ കാശിക്ക് ചിരി വന്നു. ഞാനും ഓഫീസിൽ വരണേ വിളിക്കാൻ. കാശിക്കുള്ള മെഡിസിൻ കൂടെ ഞാൻ വാങ്ങി, മോള് പറഞ്ഞിട്ട്. വേണ്ട, ഞാൻ വന്നോളാം. കാശി കോള് കട്ടാക്കി. എന്താടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സുമേഷ് ചോദിച്ചു. ഏയ് ഇല്ല, ഞാൻ വീട്ടിലേക്ക് പോവാം. കാശി സീറ്റിൽ നിന്ന് എണീറ്റു. നീ പിന്നെ എന്ത് തേങ്ങാ കൊൽക്കടാ ഇങ്ങോട്ട് വന്ന്? വിഷ്ണു കലിപ്പിൽ. നിന്റെ. കാശി എന്തോ പറഞ്ഞു തുടങ്ങിയതും ശാന്തി കയറി വന്നു. എന്തോ ശാന്തി? ദേ, ഈ ഫയൽ എനിക്കൊരു സംശയമുണ്ട്. നിങ്ങളാരെങ്കിലും ഒരാൾ പറഞ്ഞു തന്നാ? അവളൊരു ഫയൽ നീണ്ടിക്കൊണ്ട് പറഞ്ഞു. സുമേഷും കാശിയും കൂടെ വിഷ്ണുവിനെ നോക്കി. ദാ, ഇവനാണ് ഇപ്പോൾ ഫ്രീ ആയിട്ടുള്ളത്, ഇവൻ പറഞ്ഞുതരും. എനിക്ക് കുറച്ച് വർക്കുണ്ട്. കാശി പറഞ്ഞു. സുമേഷ് പറഞ്ഞു. ശാന്തി വിഷ്ണുവിനെ നോക്കി. അവിടെ ഒരു ദീപാലങ്കാരത്തിനുള്ള പ്രകാശമുണ്ട് മുഖത്ത്. അവൾ തലയാട്ടി. അപ്പോൾ ശരി, ഞാൻ ഇറങ്ങുക. അവളുടെ വീട്ടിലാരുടെയെങ്കിലും ഫോണിൽ വിളിക്കേ. അതും പറഞ്ഞ് കാശി പോയി. സുമേഷ് വിഷ്ണുവിനെ നോക്കിയൊന്ന് ആക്കി ചിരിച്ചു പോയി. ശാന്തി പിന്നെ പ്രത്യേകിച്ച് ഒരു ഭാവവ്യത്യാസമില്ലാതെ അവനോട് ഓരോ സംശയങ്ങളായിട്ട് ചോദിക്കാൻ തുടങ്ങി. ഹേയ് ബേബി, അപ്പോൾ പോകാൻ തന്നെ തീരുമാനിച്ചോ? അവൻ്റെ നഗ്നമായ പുറത്ത് മുഖം ചേർത്ത് അവൾ ചോദിച്ചു. യെസ്, പോകണം എനിക്ക്. നീ പേടിക്കണ്ട.
എൻ്റെ സ്വഭാവം നിനക്കറിയില്ലേ? ആശിച്ചതെല്ലാം സ്വന്തമാക്കിയ എനിക്ക് ശീലം. അവൻ ഉറപ്പോടെ പറഞ്ഞു. മിസ് യു ബേബി. അവൻ്റെ അധരങ്ങളിലേക്ക് അധരങ്ങൾ ചേർത്തവൾ പറഞ്ഞു. അവൻ്റെ കൈകൾ വീണ്ടും അവളിൽ അലഞ്ഞു തുടങ്ങി. അപ്പോഴും അവൻ അറിഞ്ഞില്ല അവൻ്റെ മരണത്തെ തേടിയാണ് അവൻ പോകുന്നതെന്ന്. കാശി വീട്ടിലെത്തുമ്പോൾ ശിവ വരാന്തയിലുണ്ട്. അവനെ കണ്ടതും ഓടി അവൻ്റെ അടുത്തേക്ക് പോയി. കാശിയേട്ടാ, പനി എങ്ങനെയുണ്ട്? അവനെ നെറ്റിൽ തലോടി ചോദിച്ചു. കൈയെടുക്കടി, പനി നല്ല സുഖമുണ്ട്. അവളെ പുച്ഛിച്ച് അകത്തേക്ക് കയറി. ശിവ പീറ്ററെ നോക്കി. അവൻ അവളെ ആകി ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ചവിട്ടിക്കുലുക്കി അവൾ കയറിപ്പോയി. നീ വന്നോ, വാ കഴിക്കാൻ എടുത്തുതരാം. നീരു അവനെ വിളിച്ചു. വേണ്ട, ഞാനൊന്ന് കിടക്കട്ടെ. ഞാൻ ഉറക്കം കഴിഞ്ഞ് എണീറ്റ് വരും വരെ ആരും എന്നെ തട്ടി വിളിക്കണ്ട. ആരും. അവസാനത്തേത് ശിവയെ നോക്കി കടുപ്പിച്ച് പറഞ്ഞു. കാശി മുറിയിലെത്തുമ്പോൾ ഭദ്ര നല്ല ഉറക്കമാണ്. കാശി ഡോറടച്ച് കുറ്റിയിട്ട് ഷർട്ട് അഴിച്ച് സ്റ്റാൻഡിലിട്ടിട്ട് അവളുടെ അടുത്തേക്ക് കിടന്നു. പെണ്ണ് കരഞ്ഞു വിളിച്ചത് അവളുടെ മുഖം കണ്ടാൽ അറിയാം. ആകെ ചുവന്നിരിപ്പുണ്ട്. കാശി അവളുടെ തലയിലും തലോടി. അപ്പോഴേക്കും പെണ്ണ് കണ്ണു തുറന്ന് അവനെ നോക്കി. നീ അപ്പോൾ ഉറങ്ങിയില്ലേ? ഉറങ്ങിയതായിരുന്നു. നീ ഡോറക്കുന്ന കേട്ടപ്പോൾ ഉണർന്നു. അവളുടെ ശബ്ദമൊക്കെ അടഞ്ഞു. ഉറങ്ങിക്കോ, പനി മാറട്ടെ. അവനവിടെ തലയിൽ തലോടി കൊടുത്തു. പെണ്ണ് നുഴഞ്ഞ് അവൻ്റെ നെഞ്ചിലെത്തി. ഇവിടെ കിടന്ന പെട്ടെന്ന് ഉറക്കം വരും. നീ എന്നെ മുറുകെ പിടിച്ച് കിടന്നു, പനി മാറട്ടെ. കാശി അവളെ നോക്കി. നേരത്തെ ഇവളോട് തന്നെ താൻ വഴക്കിട്ട് പോയത് അതിൻ്റെ ഒരു ലക്ഷണം അവളുടെ മുഖത്തില്ലായിരുന്നു. അവൻ ചെറുചിരിയോടെ അവളെ മുറുകെ പിടിച്ച് കിടന്നു. എന്നെ കൊല്ലു ഞെക്കി. ആമ തലയിടുന്ന പോലെ അവൻ്റെ കൈകൾക്കിടയിലൂടെ തലയിട്ട് അവൾ ചോദിച്ചു. മിണ്ടാതെ കിടക്കടി. കാശി നന്നായി ഒന്ന് ഉറങ്ങി വന്നു. ഭദ്ര വിറക്കാൻ തുടങ്ങി. ഒപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട്. കാശി അവൾ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ച് പുതപ്പെടുത്ത് പുതച്ചു. പിന്നെ ഭദ്ര സുഖമായി കിടന്നുറങ്ങി. അവൾ ഉണർന്നപാടെ കാശിയെ തൊട്ട് നോക്കി. രണ്ടുപേരും നന്നായി വിയർത്തുകൊണ്ട് തന്നെ പനി മാറിയിട്ടുണ്ട്. ഭദ്ര കാശിയുടെ നെഞ്ചിലൊന്ന് മുത്തി. അടങ്ങി കിടക്ക് ശ്രീ, അവൻ കണ്ണുറക്കാതെ പറഞ്ഞു. നീ എങ്ങനെ? നീയല്ലാതെ ആരടി എൻ്റെ കൂടെ കിടക്കുന്നത്? അപ്പൊ പിന്നെ അടുത്ത് കിടക്കുന്നവൾ അനങ്ങിയാലും ഞാൻ അറിയും. കാശി കണ്ണുകളടച്ച് പറഞ്ഞു. ഓഹ്, നീ ആ പാറൊക്കെ എടുത്തു മാറ്റി, എനിക്ക് വിശക്കുന്നു. അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ നോക്കി പറഞ്ഞു. കാശി പെട്ടെന്ന് അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ട് ശ്രീ, അവൻ ചിരിയോടെ പറഞ്ഞു. ആണോ? നീ വാ, ഞാൻ കഴിക്കാനെടുത്ത് വെക്കാം. അവനെ നെഞ്ചിൽ നിന്ന് തള്ളി മാറ്റാൻ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. എനിക്കിപ്പോൾ എൻ്റെ മുന്നിലുള്ള ആഹാരം നന്നായിട്ട് കഴിച്ചാൽ മതി ശ്രീ. കാശിയുടെ മുഖഭാവം മാറി. അവൻ പറഞ്ഞ എന്താണെന്ന് അവൾക്ക് മനസ്സിലായി. എന്തേ? ഞാൻ കഴിച്ചോട്ടെ, ആസ്വദിച്ച്. അവൻ കള്ളച്ചിരിയോടെ ചോദിച്ചു. നാണത്തിൽ ചാലിച്ച പുഞ്ചിരിയായിരുന്നു അവളുടെ മറുപടി. ഒരിക്കൽ കൂടെ കാശി ഭദ്രയിൽ ആർത്തലച്ച് പെയ്തു തോർന്നു. ഈശ്വര, എന്തോരം മഴയാ! ഇതെന്താ കർക്കിടക മാസം? വൈകുന്നേരം ഓഫീസിൽ നിന്ന് വീട്ടിൽ പോകാൻ ബസ് കാത്ത് നിൽക്കുകയായിരുന്നു ശാന്തി. അപ്പോഴാണ് അവളുടെ മുന്നിൽ വിഷ്ണു ബൈക്ക് കൊണ്ട് നിർത്തിയത്. വാടോ, ഞാൻ അങ്ങോട്ടാ, അവിടെ ആക്കാം. ശാന്തി കേൾക്കാൻ കാത്തുന്ന പോലെ ഒരു എതിർപ്പും പറയാതെ കയറി. വിഷ്ണു ചെറുചിരിയോടെ വണ്ടി മുന്നോട്ടെടുത്തു. ശാന്തി അവൻ്റെ ഷോട്ടിൽ കൈവച്ചു. വിഷ്ണുവിന് മറുപടി അറിയണ്ടേ? അറിയണം. താൻ ആലോചിച്ചോ? എന്നിട്ട് എന്ത് തീരുമാനിച്ചു? അവൻ ഗ്ലാസ്സിലൂടെ നോക്കി ചെറുചിരിയോടെ ചോദിച്ചു. ഈ യാത്ര പോലെ ഇന്ന് ഒരുമിച്ച് ഇങ്ങനെ അങ്ങ് പോയാലോ എന്നൊരാഗ്രഹം. വിഷ്ണു പെട്ടെന്ന് ബ്രേക്ക് പിടിച്ചു. അവൾ അവൻ്റെ പുറത്തേക്ക് ഒന്നുകൂടെ ചേർന്നിരുന്നു. വിഷ്ണു മറുപടിയൊന്നും പറയാതെ ഒരു പുൻചിരിയോടെ അവളുടെ കൈയെടുത്ത് അവൻ്റെ വയറ്റിലൂടെ വെച്ചു. അവളിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. ഭദ്ര കാശിയുടെ കൂടെ ഓഫീസിൽ പോയി തുടങ്ങി. ശിവ വീട്ടിൽ തന്നെയാണ്. ഭദ്രയോട് അധികം പ്രശ്നങ്ങൾക്കൊന്നും ശിവ പോകുന്നില്ല. ശാന്തി വിഷ്ണു അങ്ങനെ പ്രണയിച്ച് നടക്കുവാണ്. പിള്ളേരെ പിടിച്ചു കെട്ടിക്കാനുള്ള ചർച്ചയാണ് ഇപ്പോൾ നടക്കുന്നത്. വരൂ, നമുക്ക് അങ്ങോട്ട് പോവാം. എല്ലാവരും ഇരിക്കൂ, മായി വന്ന അതിഥികളോട് നിറഞ്ഞ ചിരിയോടെ പറഞ്ഞു. ഞാൻ വിഷ്ണുവിൻ്റെ അമ്മാവനാ, ഇതവൻ്റെ വല്യച്ഛനാ, ഇതമ്മ. വിഷ്ണുവിൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ കുറേ ആയി, ഇവനൊരാളേ ഉള്ളൂ, അമ്മാവൻ പറഞ്ഞു. അതൊക്കെ ഞങ്ങൾക്കറിയാം, പിന്നെ ചടങ്ങുകൾ തെറ്റിക്കണ്ടെന്ന് കരുതി, മായി പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ, കുട്ടിയെ വിളിച്ചോളൂ, അമ്മാവൻ പറഞ്ഞു. വിഷ്ണു ചിരിയോടെ ഇരിപ്പുണ്ട്. മഹി ഭദ്രയെ നോക്കി. മോളെ, പോയി ശാന്തി മോളെ വിളിച്ചു വാ. കേൾക്കേണ്ട താമസം കൊച്ചി വേഗം മുറിയിലേക്ക് ഓടി. ഭദ്രയോട് പ്രശ്നമാണെങ്കിലും ശാന്തിയുടെ കാര്യമായതുകൊണ്ട് ശിവ കൂടെ നിന്ന് അവളെ ഒരുക്കി. ഭദ്ര റൂമിലെത്തിയപ്പോൾ ശാന്തി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട്. നിനക്കെന്താടി പറ്റി ഇങ്ങനെ നടക്കാൻ? ഭദ്ര അവളോട് ചോദിച്ചു.
ശിവ അവരെ നോക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എനിക്ക് ടെൻഷനാവുന്നു. ഇനി അവർക്ക് ഇഷ്ടമായില്ലെന്നെങ്ങാനും പറഞ്ഞാലോ? ശാന്തി ഭദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ച് പറഞ്ഞു. അയ്യേ, ഇതെന്താ കൊച്ചേ ആകെ ഐസ് പോലെ. നീ പേടിക്കണ്ട, അവിടെ അമ്മാവനും വില്ലേച്ചനും പിന്നെ അമ്മയും വിഷ്ണുട്ടനൊക്കെ ഉള്ളൂ. നീ വാ. ഭദ്ര അവളെ ആശ്വസിപ്പിച്ച് കൂടെ കൂട്ടി ഇറങ്ങി. പിന്നെ നീരും വരതിയും കൂടെ ചേർന്ന് ചായ അവളുടെ കയ്യിലേക്ക് കൊടുത്തു. ചായയുമായി വരുന്ന ശാന്തിയെ കണ്ട് എല്ലാവരും അവളെ നോക്കി. ചെറു പുഞ്ചിരിയുണ്ട് മുഖത്ത്. ചായ കൊണ്ട് വിഷ്ണുവിന് ആദ്യം കൊടുത്തു, പിന്നെ ബാക്കിയുള്ളവർക്ക്. ശാന്തി വിഷ്ണുവിനെ നോക്കി. അവൻ കണ്ണെടുക്കാതെ നോക്കുന്നുണ്ട് അവളെ. അപ്പൊ കാര്യങ്ങൾ എങ്ങനെയെന്ന് വെച്ചാല് ഇപ്പൊ അങ്ങ് തീരുമാനിക്കാം. ഇനി വേണ്ടപ്പെട്ട ബന്ധുക്കളെന്ന് പറയാൻ ആരുമില്ലല്ലോ. വല്യച്ഛൻ പറഞ്ഞു. എൻ്റെ അഭിപ്രായത്തിൽ കല്യാണം ഉടനെ നടത്തണമെന്നാ. രണ്ടുപേർക്കും പ്രായം കൂടിക്കൂടിയല്ലേ വരുന്നത്. പിന്നെ പരസ്പരം രണ്ടുപേർക്കും ഇഷ്ടമാണ്, ജോലിയുമുണ്ട്. ഇനിയൊരു എൻഗേജ്മെന്റ് നടത്താൻ നല്ലൊരു മുഹൂർത്തം നോക്കി കെട്ട് നടത്തുന്നല്ലേ നല്ലത്. മായി പറഞ്ഞിരുത്തി എല്ലാവരും ഒന്ന് പരസ്പരം നോക്കി. ഞങ്ങൾക്കും അത് തന്നെയാണ് അഭിപ്രായം. ഇവിടെ ഈ സമയം കുറിക്കാൻ ഇപ്പം ആരെങ്കിലും വിളിച്ചാൽ കിട്ടുമോ? എങ്കിൽ പിന്നെ അതുകൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാം. പിന്നെ അതിനായിട്ട് ഇനി ഒരു യാത്ര വേണ്ടാലോ. അമ്മാവൻ. ദേവാ, നീ നമ്മുടെ പണിക്കരൊന്ന് വിളിച്ചു തരൂ. ആളിപ്പോൾ വീട്ടിൽ കാണും. വൈകുന്നേരം ആൾ കാണില്ല. മായും ദേവനും സുമേഷും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് ഇറങ്ങി. നീ മോളോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്ക്. മരുമോളായിട്ട് വരാൻ പോകുന്ന കുട്ടിയല്ലേ. വലിയച്ഛൻ വിഷ്ണുവിൻ്റെ അമ്മയോട് പറഞ്ഞു. അവരൊരു ചിരിയോടെ എണീറ്റ് അവളുടെ അടുത്തേക്ക് പോയി. മോള് വാ, നമുക്ക് പുറത്തേക്ക് നിൽക്കാം. അവർ ശാന്തി കൂട്ടി പുറത്തേക്ക് ഇറങ്ങി. വലിയവരൊക്കെ വേറെന്തൊക്കെയോ കാര്യങ്ങൾ ചർച്ചയിലാണ്. ശിവ ആര്യ ഫോണിൽ വിളിച്ച് മുറിയിലേക്ക് പോയി. അമ്മമാരവിടെ നിൽപ്പുണ്ട്. വിഷ്ണു എത്തി വലിഞ്ഞ് പുറത്തേക്ക് പോയവരെ നോക്കി കുറച്ച് മാറി നിൽപ്പുണ്ട്. അതെ, ഇങ്ങനെ നോക്കി ചോരൊടിക്കില്ലേ വിഷ്ണു ഏട്ടാ? ഭദ്ര കളിയാക്കി. അല്ല, അവളെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എന്തോ ഒരു ഭംഗി, അതാ. അവൻ ചമ്മിയ ചിരിയോടെ പറഞ്ഞു. ഓ മതി. കാശി അവൻ്റെ തലയിലിട്ട് കുട്ടി. ഭദ്ര കാശിയോ നോക്കി സെക്കനെന്തോർത്ത് ചിരിയോടെ നിൽപ്പുണ്ട്. നീ എന്താണ് കാശി ഇങ്ങനെ ചിരിക്കുന്നേ? അല്ല, നിന്നെ പെണ്ണ് കാണാൻ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥയാണെന്ന് ആലോചിച്ച് പോയതാ. അതിനെന്താ, നീ വരും കാണും പോവും. അല്ലാതെ നാണിച്ച് തലവൻ ചിന്തയുടെ ഭൂപടം കാലുകൊണ്ട് വരയ്ക്കാനൊന്നും എന്നെ കിട്ടൂല. ഭദ്ര അവനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. അത് നീ പറഞ്ഞ ശരിയാ. ഈ പറഞ്ഞൊക്കെ പെൺകുട്ടികൾ കണ്ടുവരുന്ന നിന്നില്ല, അത് കാണില്ല. കാശി ചിരി കടിച്ചു പിടിച്ച് പറഞ്ഞു. ഭദ്ര അവൻ്റെ വയറ്റിലിട്ടൊന്ന് ഇടിച്ചു. ഞാൻ പെണ്ണല്ല അല്ലേ? എനിക്ക് നാണല്ലേ അല്ലേ? എനിക്ക് ഞാൻ കാണിച്ചു തരാടാ. നീ വരില്ലോ. ശ്രീമോനെ എന്ന് വിളിച്ച് അപ്പൊ കാണാം ഞാൻ ആരാന്ന്. കാശി എല്ലാവരെയും നോക്കിയിട്ട് അവൾ അവനോട് ചേർത്ത് നിർത്തി. അതെ, ഞാൻ ഇനിയും കാണാൻ ബാക്കി എന്തെങ്കിലും ഉണ്ടോ ശ്രീ? അവൻ പതിയെ ചോദിച്ചു. ഭദ്ര ഒന്ന് വിറച്ചുകൊണ്ട് ചുറ്റും നോക്കി. പിന്നെ അവൻ്റെ കൈയെടുത്ത് മാറ്റാൻ നോക്കി. വിഷ്ണുവിൻ്റെ വിളിയേട്ടൻ കാശി അവളെ വിട്ടു. എന്താടാ കോപ്പേ? ബാക്കിയുള്ളതിന് ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ രണ്ടിനും റൊമാൻസ് വിഷ്ണു ചോദിച്ചു. ഭദ്ര ചമ്മിയ ചിരിയുടെ അമ്മയുടെ അടുത്തേക്ക് പോയി. പണിക്കൊരു വന്നു. ശാന്തി അമ്മയും അകത്തേക്ക് വന്നു. പണിക്കരെ, ഇവരുടെ ജാതകം നോക്കി കല്യാണത്തിന് സമയം കുറിക്കണം. മഹി, ജാതകങ്ങൾ തന്നോളൂ. പണിക്കരി ചോദിച്ചപ്പോൾ ശാന്തിയുടെയും വിഷ്ണുവിൻ്റെയും ജാതകം കൊടുത്തു. പണിക്കരത് നോക്കി. ജാതകങ്ങൾ തമ്മിൽ നല്ല പൊരുത്തമുണ്ട്. വിവാഹത്തിന് തുലാം 10 മുഹൂർത്തമുണ്ട്. പിന്നെയുള്ള 2 മാസം കഴിഞ്ഞാ. അയാളെ നോക്കി പറഞ്ഞു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പെട്ടെന്ന് ശാന്തി മഹിയെ നോക്കി വിളിച്ചു. എല്ലാവരും അവളെ നോക്കി. എന്താ മോളെ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.